സയൻസിലെ 5-ാമത്തെ അധ്യായം സാമ്പത്തിക സ്രോതസ്സുകൾ എന്ന പാഠഭാഗം. ഈ പാഠഭാഗത്തിൽ കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് സാമ്പത്തിക സ്രോതസ്സുകൾ, എന്താണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ. ഈ സാമ്പത്തിക പ്രവർത്തനങ്ങൾ തരംതിരിച്ചിട്ടുണ്ട് 3 മേഖലയായിട്ട്. ആ മേഖലകൾ ഏതൊക്കെയാണ്, ഈ മേഖലകൾ തിരിച്ചിരിക്കുന്നത് ആരൊക്കെയാണ്, ആരാണ് ഇത് തിരിച്ചിട്ടുള്ളത് എന്നതിനെ കുറിച്ചിട്ടുള്ള അവരുടെ ചുമതലകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് പഠിക്കുന്നത്, അല്ലേ? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ 3 മേഖലകളിലും, അതായത് പ്രാഥമികം, ദ്വിതീയം, തൃതീയം തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ ഏതെല്ലാം മേഖലകളിലാണ് തൊഴിൽ ശതമാനം കൂടുതലുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് തൊഴിലിൻ്റെ സാധ്യത ഉള്ളത്, അത് എത്ര ശതമാനത്തോളമാണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം നോക്കാൻ പോകും. ഏതൊക്കെ മേഖലയിൽ നിന്നുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ തൊഴിൽ സാധ്യത നിലനിൽക്കുന്നത് എന്നുള്ള കാര്യം ആദ്യം ഒന്ന് നോക്കാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ ഓരോ മേഖലകളും, അതായത് പ്രാഥമിക മേഖല, സെക്കൻഡറി മേഖല, ദ്വിതീയ മേഖല, ഈ 3 മേഖലകളിലെയും തൊഴിൽ ലഭ്യതയെ കുറിച്ചാണ്. ഏതൊക്കെ മേഖലകളിലാണ് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉള്ളത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്ക് ചുറ്റും കാണുന്ന എല്ലാ തൊഴിലുകളും പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്നവയാണ് നമുക്കറിയാം. ഓരോ മേഖലയിലും, പ്രാഥമിക മേഖലയിലും, ദ്വിതീയ മേഖലയിലും, തൃതീയ മേഖലയിലും തൊഴിൽ ലഭ്യത, തൊഴിലുകളുടെ അളവ്, തൊഴിൽ ലഭ്യത വ്യത്യസ്തമാണ്. അതായത് തൊഴിലവസരങ്ങൾ വ്യത്യസ്തമാണ്. ചില മേഖലയിൽ തൊഴിൽ ലഭ്യത വളരെ കൂടുതലാണ്, ചില മേഖലയിൽ തൊഴിൽ ലഭ്യത കുറഞ്ഞു വരുന്നതായി കാണാം. ഓരോ വർഷങ്ങൾ കൂടുമ്പോഴും ചില മേഖലകളിൽ തൊഴിൽ ലഭ്യത കൂടുകയും ചില മേഖലകളിൽ തൊഴിൽ ലഭ്യത, തൊഴിലവസരങ്ങൾ കുറയുകയും ചെയ്യുന്നതായി നമുക്ക് കാണാം. എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസിന്റെ ഇൻക്രീസും ഡിക്രീസും ഒക്കെ നമുക്ക് വ്യത്യസ്ത കാലയളവുകളിൽ കാണാൻ സാധിക്കും. ഇനി നമ്മളൊരു പട്ടികയാണ് കാണുന്നത്. ഈ പട്ടിക വിശകലനം ചെയ്ത് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. 1993, 2005, 2011 വർഷങ്ങളിലെ കണക്കു പ്രകാരം ഓരോ മേഖലകളിലുമുള്ള തൊഴിൽ ലഭ്യത, എംപ്ലോയ്മെന്റ് അവൈലബിലിറ്റി ആണ് ഇവിടെ ശതമാനത്തിൽ പെർസെന്റേജിൽ കൊടുത്തിട്ടുള്ളത്. ഉദാഹരണമായി പ്രാഥമിക മേഖല അഥവാ കാർഷിക മേഖലയിൽ 1993 64.9% തൊഴിലവസരങ്ങൾ ഉണ്ടായിരുന്നു. അത് 2011 ആയപ്പോഴേക്ക് 53.2% കുറയുകയാണ് ഉണ്ടായിട്ടുള്ളത്. അത് ഓരോ വർഷം 2005 കുറയുകയാണ് ഉണ്ടായിട്ടുള്ളത്, 2011 ആയപ്പോഴും കുറയുകയാണ് ഉണ്ടായിട്ടുള്ളത്. ദ്വിതീയ മേഖല അഥവാ സെക്കൻഡറി സെക്ടറിൽ, വ്യവസായ മേഖലയിൽ 1993 14.2% തൊഴിലവസരം ഉണ്ടായിരുന്നു. എന്നാൽ 2005 ആയപ്പോൾ വീണ്ടും കൂടിയിട്ട് 18.7% മാറി. 2011 ആയപ്പോഴേക്ക് വീണ്ടും കൂടിയിട്ട് 21.5% മാറി. തൃതീയ മേഖല അഥവാ സേവന മേഖലയിൽ, സർവീസ് സെക്ടറിൽ 1993 20.9% തൊഴിലവസരം ഉണ്ടായിരുന്നത്. അത് 2005 ആയപ്പോഴേക്ക് 24.8% വർദ്ധിച്ചു. അത് 2011 ആയപ്പോഴേക്ക് 25.3% വർദ്ധിച്ചു. ഇത് 100ലാണ് മൊത്തം കണക്കാക്കിയിട്ടുള്ളത് കേട്ടോ. എല്ലാം ഈ 3 മേഖലയിലെയും കണക്കുകളൊക്കെ 100ലാണ് നമ്മൾ കണക്കാക്കിയിട്ടുള്ളത്. ഇനി ഇതിൽ നിന്ന് മനസ്സിലാകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഏതെല്ലാം മേഖലകളിലാണ് തൊഴിലവസരങ്ങൾ വർദ്ധിച്ചു വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ള ഉത്തരം ദ്വിതീയ മേഖലയും തൃതീയ മേഖലയിലുമാണ് തൊഴിലവസരങ്ങൾ വർദ്ധിച്ചു വരുന്നത്. മുമ്പത്തെക്കാളും വർദ്ധിച്ചു വരുന്നത് ഈ 2 മേഖലകളിലുമാണ്. ഏത് മേഖലയിലാണ് തൊഴിൽ ലഭ്യത എല്ലാ കാലഘട്ടത്തിലും കൂടുതൽ? ഈ ചോദ്യത്തിന്റെ ഉത്തരം പ്രാഥമിക മേഖല അഥവാ കാർഷിക മേഖല എന്നാണ്. എല്ലാ കാലഘട്ടത്തിലും ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാകുന്ന മേഖല എന്ന് പറഞ്ഞാൽ പ്രാഥമിക മേഖല, കാർഷിക മേഖലയാണ്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 100ൽ 1993 64%, പിന്നെ 2005 ആകുമ്പോൾ 56% 2011 ആയപ്പോൾ 53% ഒക്കെ ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് പ്രാഥമിക മേഖല, കാർഷിക മേഖലയാണ്. എന്നാൽ ഈ കാർഷിക മേഖലയ്ക്ക്, പ്രാഥമിക മേഖലയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. വർഷം കഴിയും തോറും ഈ മേഖലയിലെ തൊഴിലവസരങ്ങൾ കുറഞ്ഞു വരികയാണ് എന്നാണ് നമുക്ക് കാണുന്നത്. ഇനി 2011 പ്രാഥമിക മേഖലയിലെ തൊഴിൽ ലഭ്യത മറ്റു 2 മേഖലകളിലെ തൊഴിൽ ലഭ്യതയേക്കാൾ എത്ര ശതമാനം കൂടുതലാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരമെന്ന് പറഞ്ഞാൽ, ചോദ്യം എന്തായിരുന്നു നമുക്കൊന്നും കൂടി പറയാം. 2011 പ്രാഥമിക മേഖലയിലെ തൊഴിൽ ലഭ്യത മറ്റു 2 മേഖലയിലെ തൊഴിൽ ലഭ്യതയേക്കാൾ എത്ര ശതമാനം കൂടുതലാണ്? 2011 ദ്വിതീയ മേഖലയിലുള്ള തൊഴിൽ 21.5%, പ്രാഥമിക മേഖലയിലേത് 53.2%. അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം, പ്രാഥമിക മേഖലയിലെ തൊഴിൽ ശതമാനം 31.7% കൂടുതലാണ്.
ഇനി തൃതീയ മേഖലയിൽ 2017 തൊഴിൽ ശതമാനം 25.3%. ഇത് പ്രാഥമിക മേഖലയുമായുള്ള വ്യത്യാസം 27.9% കൂടുതലാണ്. പ്രാഥമിക കാർഷിക മേഖല ഈ തൃതീയ മേഖലയേക്കാൾ 27.9% കൂടുതലാണ്. അപ്പൊ ഈ പട്ടിക മൊത്തത്തിൽ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ഇപ്പോൾ നിലവിലുള്ളത് പ്രാഥമിക മേഖല അഥവാ കാർഷിക മേഖലയിലാണ്. എന്നാൽ കാർഷിക മേഖലയിലെ തൊഴിൽ ലഭ്യത കുറഞ്ഞു വരികയാണ്. എന്തുകൊണ്ടാണ് കാർഷിക മേഖലയിൽ തൊഴിൽ ലഭ്യത കൂടുതലായി ലഭിക്കാൻ കാരണമെന്ന് ചോദിച്ചാൽ, കൃഷിയിലും അനുബന്ധ പ്രവർത്തനങ്ങളിലും ഒരുപാട് ആളുകൾക്ക് തൊഴിലവസരം ലഭിക്കുന്നത് കൊണ്ടും അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായ ഭക്ഷ്യ വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ടും അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് കൊണ്ടുമാണ് ഈ മേഖലയിൽ തൊഴിലവസരങ്ങൾ ഏറ്റവും കൂടുതലായി മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതലായി നിലനിൽക്കുന്നത്. ഇനി നമ്മൾ പറയുന്നത് ഭക്ഷ്യോൽപാദനത്തെ കുറിച്ചാണ്, ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷനെ കുറിച്ചാണ്. സ്വാതന്ത്ര്യം ലഭിച്ചത് മുതൽ ഇന്ത്യ പ്രാഥമിക മേഖലയുടെ വികസനത്തിന്, പ്രൈമറി സെക്ടറിന്റെ വികസനത്തിന് അഥവാ കാർഷിക മേഖലയുടെ വികസനത്തിന് പ്രാധാന്യം നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആസൂത്രണ പ്രവർത്തനങ്ങളാണ്, പ്ലാനിംഗ് ഒക്കെയാണ് നമ്മുടെ നേതാക്കന്മാരെ നടപ്പിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷ്യോൽപാദന രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് തൊഴിലവസരം ലഭ്യമായി എന്നത് മാത്രമല്ല, ഭക്ഷ്യോൽപാദന മേഖലയിൽ ഒരുപാട് ഉൽപാദനം വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഭക്ഷ്യോൽപാദന രംഗത്ത് ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷന്റെ മേഖലയിലുണ്ടായ മാറ്റങ്ങൾ വിശദമാക്കുന്ന ഡയഗ്രമാണ് കാണുന്നത്. ഈ ഡയഗ്രം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഈ ഭക്ഷ്യോൽപാദനം ഇതിൽ കൊടുത്തിട്ടുള്ളത് ദശലക്ഷം ടണ്ണിലാണ്. ഒരു ദശലക്ഷം എന്ന് പറഞ്ഞാൽ 10 ലക്ഷത്തിനാണ് ദശലക്ഷം എന്ന് പറയാം. അപ്പോ 1970-71 കാലഘട്ടങ്ങളിൽ ഇന്ത്യയിലെ ഭക്ഷ്യോൽപാദനം 108.4 ദശലക്ഷം. അപ്പോൾ നമുക്ക് കണക്കാക്കണമെങ്കിൽ 108.4 × 10, 1 ദശലക്ഷം എന്ന് പറഞ്ഞാൽ 10 ലക്ഷമാണ്. അപ്പോൾ 108.4 ഏകദേശം 1,80,000-ലധികം ലക്ഷക്കണക്കിന് ടൺ ഭക്ഷ്യോൽപാദനം ഉണ്ടായിരുന്നു. അത് 1990-91 കാലഘട്ടങ്ങളിലായപ്പോൾ 176.4 ദശലക്ഷമായി വർദ്ധിച്ചു. ഇത് 2001 ആയപ്പോഴേക്ക് 196.8 ദശലക്ഷമായി വർദ്ധിച്ചു. ഇത് 2011-12 ആയ സമയത്ത് 257.4 ദശലക്ഷം ടണ്ണായി ഭക്ഷ്യോൽപാദനം വർദ്ധിച്ചു. അപ്പോൾ ഇന്ത്യയിൽ ഭക്ഷ്യോൽപാദനം വർദ്ധിക്കുന്നുണ്ട്. ഓരോ കാലങ്ങൾ കൂടുന്തോറും ഭക്ഷ്യോൽപാദനത്തിന്റെ രംഗത്ത് ഇന്ത്യയിൽ ഒരുപാട് മാറ്റങ്ങൾ, പുരോഗതി ഉണ്ടാകുന്നുണ്ട്. നമ്മളിപ്പോ ഒരു ഡയഗ്രാം കണ്ടു കഴിഞ്ഞു അല്ലെ? ഈ ഡയഗ്രാം കണ്ടത് മുതൽ നമുക്ക് ഈ ഡയഗ്രത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ചില കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് ഈ ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ? അതൊന്ന് പരിശോധിക്കാം. ഈ ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ നല്ല രീതിയിൽ അതിൽ നിന്ന് ഭക്ഷ്യ ഉൽപാദനത്തിൽ വർദ്ധിക്കുന്നുണ്ട്. അതായത് ഒന്നാമത്തെ മേഖലയായിട്ടുള്ള പ്രാഥമിക മേഖലയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഭക്ഷ്യോൽപാദനം ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് നമുക്കൊന്ന് മനസ്സിലാവുന്നത്. പക്ഷേ ഇങ്ങനെ ഭക്ഷ്യോൽപാദനം വർദ്ധിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയിൽ ദാരിദ്ര്യത്തിനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇന്ത്യയിലെ ഈ ദാരിദ്ര്യത്തിനുള്ള പ്രധാന 2 കാരണങ്ങളാണ് ഉള്ളത്. ആ കാരണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1, വിതരണത്തിലെ അപാകത. 2, സാധനങ്ങൾ വാങ്ങാനുള്ള വ്യക്തികളുടെ ശേഷിക്കുറവ്. ഈ 2 കാരണത്താലാണ് ഇവിടെ ദാരിദ്ര്യത്തിനുള്ള പ്രധാനമായിട്ടുള്ള കാരണമായിട്ട് പറയുന്നത്. ആദ്യം പറഞ്ഞ വിതരണത്തിലുള്ള അപാകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് അത് നമ്മുടെ എല്ലാവരുടെയും കൈകളിൽ എത്തുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. നമുക്കറിയാം, ചില സമയങ്ങളിൽ ചില സാധനങ്ങൾക്കൊക്കെ വലിയ തോതിൽ വില കൂടാറുണ്ട് അല്ലെ? അപ്പോൾ എല്ലാ സാധനങ്ങളും എല്ലാ സമയത്തും കൃത്യമായിട്ട് ഓരോ സ്ഥലങ്ങളിലും എത്താത്തത് വിതരണത്തിലുള്ള ഒരു പ്രശ്നമായിട്ട് മാറും. 2ാമത്തെ കാര്യമാണ് പറഞ്ഞത് എന്താണ്, ഈ വിഭവങ്ങൾ വാങ്ങാനുള്ള വ്യക്തികളുടെ ശേഷിക്കുറവാണ് മറ്റൊരു കാരണം. എന്താ ശേഷിക്കുറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലപ്പോൾ പൈസ അല്ലെ? ഇപ്പം ചില സമയങ്ങളിൽ നമുക്ക് ഉപയോഗിക്കുന്ന വസ്തുക്കളടക്കം എന്ത് ചെയ്യുന്നു, വളരെ പെട്ടെന്ന് വില കൂടുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ വില കൂടുന്ന ഒരു സംഭവം ഉണ്ടാകും. അത് വാങ്ങാനുള്ള ശേഷിക്കുറവാണ് ദാരിദ്ര്യത്തിനുള്ള മറ്റൊരു കാരണമായിട്ട് എന്ത് ചെയ്യുന്നു പറയുന്നു. അപ്പോൾ ഈ 2 കാരണങ്ങളാണ് ദാരിദ്ര്യത്തിന്റെ കാരണങ്ങൾ. ഇനി പറയാൻ പോകുന്നത് എന്താണ് ഭക്ഷ്യ സുരക്ഷ എന്നുള്ളതിനെ കുറിച്ചാണ്. എന്താണ് ഭക്ഷ്യ സുരക്ഷ? എല്ലാ കാലത്തും
എല്ലാ ജനങ്ങൾക്കും സജീവവും ആരോഗ്യകരവുമായ ജീവിക്കുന്നതിനാവശ്യമായ പോഷകപ്രധാനമായിട്ടുള്ള ഭക്ഷണം അത് ലഭിക്കുന്നതിനുള്ള ഭൗതികവും സാമ്പത്തികവുമായ പ്രാപ്തി ഉറപ്പുവരുത്തുന്ന പ്രക്രിയയാണ് ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഭക്ഷ്യ സ്വയം പര്യാപ്തത. എന്താണ് ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു രാജ്യത്തിന് ആവശ്യമുള്ള ഭക്ഷ്യ വസ്തുക്കൾ ആ രാജ്യം തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള കഴിവ് നേടുന്നതാണ് ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഭക്ഷ്യസുരക്ഷ? ഭക്ഷ്യസുരക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ജനങ്ങൾക്കും എല്ലാ സമയത്തും സജീവവും ആരോഗ്യകരവുമായ ജീവിതം നയിക്കുന്നതിന് പോഷക പ്രാധാന്യമുള്ള ഭക്ഷണം ഉറപ്പുവരുത്തുന്നതാണ് ഭക്ഷ്യ സുരക്ഷ എന്ന് പറയുന്നത്. ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഒരു രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ ആ രാജ്യം തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഭക്ഷ്യ സുരക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഭക്ഷ്യ സുരക്ഷയെക്കുറിച്ചും ഭക്ഷ്യ സ്വയം പര്യാപ്തതയെക്കുറിച്ചും അതുപോലെ തന്നെ പ്രാഥമിക ദ്വിതീയ മേഖലയിൽ ഉണ്ടാകുന്ന തൊഴിൽ ശതമാന നിരക്കുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. വീണ്ടും അടുത്ത പാഠഭാഗവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.